നമസ്കാരം. നമ്മുടെ ചിഹ്നം വീണ്ടും പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഇത്രയും ചൂടേറിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്ന് ഇതുവരെ ഒരു തിരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയും നമ്മൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അത്രയേറെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം, അത്രയേറെ വീറോടെ വാശിയോടെ ഒരു തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയാണ്. ഒരു 7 ദിവസം തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് മാറ്റിവെച്ചപ്പോൾ പാലക്കാട് ആവേശം കെട്ടുപോയി എന്നൊക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അതിനനുസരിച്ച് വരുന്ന വാർത്തകൾ, വിവാദങ്ങൾ, അതിനോടുള്ള പ്രതികരണങ്ങൾ, അങ്ങനെ പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഏറെ സജീവമാകുന്ന ഒരു ദിവസം, ഒരു വൈകുന്നേരം നമ്മളുടെ ഇവിടെ കോട്ടമൈതാനിൽ നിൽക്കുകയാണ്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. CPM-ൽ നിന്ന് ശ്രീ റിയാസുദ്ദീൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീമതി സോയ, BJP-യിൽ നിന്ന് ശ്രീ പ്രശാന്ത് ശിവൻ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ഈ സംവാദ പരിപാടിയിൽ അതിഥികളായി, ഒപ്പം പാലക്കാട്ടെ വോട്ടർമാർ അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ റിയാസുദ്ദീൻ, ഇപ്പോ കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോര് എന്നൊക്കെയായിരുന്നു അവരുടെ അവകാശവാദങ്ങൾ. പക്ഷെ കഴിഞ്ഞ കുറെ ദിവസം കൊണ്ട് ചർച്ചയാകുന്നത് CPM UDF രാഷ്ട്രീയ പോരാണ്. ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമോ, അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലെല്ലാം പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പിനെ ആ രീതിയിൽ തന്നെ വിലയിരുത്താനാണ് ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാം ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ച ഘട്ടം മുതൽ പ്രചരണത്തിലായാലും മറ്റെല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ബഹുദൂരം 1-ാം സ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന സ്ഥാനാർത്ഥിയെ പൊതുവിൽ കോൺഗ്രസിൻ്റെ ആകെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കുന്നതിൽ ഈ ജില്ലയിലെ, ഈ മണ്ഡലത്തിലെ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കത്തായിട്ടും എല്ലാം പുറത്തു വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ 1-ാം സ്ഥാനത്ത് ഇടതുപക്ഷം തന്നെയാണ്. 2-ാം സ്ഥാനത്തിനും 3-ാം സ്ഥാനത്തിനും വേണ്ടിയുള്ള മത്സരമാണ് അവിടെ അപ്പുറത്ത് നടക്കുന്നത്. കേട്ടല്ലോ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു പൊതു സ്ഥാനാർത്ഥിയല്ല, നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ സരിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ കളം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു CPM LDF. അല്ല, നേരത്തെ ശ്രീ റിയാസുദ്ദീൻ പറഞ്ഞ വാദങ്ങളോടൊക്കെ സത്യത്തിൽ ഞാൻ അദ്ദേഹം പറയുമ്പോൾ ഇവിടുത്തെ ഓഡിയൻസിനെ നോക്കായിരുന്നു. ഞാൻ സത്യത്തിൽ ആ ഓഡിയൻസിനെ നോക്കായിരുന്നു. നിങ്ങൾ അവരെ കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കണം. ഇവിടെ ഇരിക്കുന്ന എത്ര പേരുടെ ചുണ്ടിലാണ് ഒരു ചിരി വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് സംസാരിച്ചത്. P. സരിൻ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടെ വലിയ എഡ്ജ് കിട്ടി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ പരിശോധിക്കണം. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കണ്ടിട്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയല്ലോ എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്ക് ഇടതുപക്ഷത്തോട് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യവും അവസാനവും എനിക്ക് അവരോട് സഹതാപം തോന്നാനുള്ള ഒരേ ഒരു കാരണം അത് മാത്രമാണ്. സഹതാപം തോന്നേണ്ട ഒരാളെയായിരുന്നു നിങ്ങൾ ഈ ചുമതലയൊക്കെ ഏൽപ്പിച്ചു കൊടുത്തത്. അത്തരത്തിൽ ഞാൻ പറഞ്ഞ എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധ്യം? ഞാൻ അദ്ദേഹത്തെ വളരെ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായോ അറ്റാക്ക് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്താ? ഇപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ബോധ്യം മനസ്സിലാക്കി. ഇവരും പറയും എന്താണ് ഞങ്ങളുടെ പാർട്ടിയിലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ പുഴുക്കുത്തുകൾ മനസ്സിലാക്കി വന്ന ആളാണ് സരിൻ എന്നൊക്കെ ഇവർ പറഞ്ഞു വെക്കും. ഒരു സീറ്റ് അങ്ങ് കൈപിടിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഈ ബോധ്യം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനം എന്താന്ന് വളരെ കൃത്യമായി അറിയാം. ആളുകളെ തിരിച്ചറിയാനുള്ള, ആളുകളുടെ ഇരട്ടത്താപ്പ് തിരിച്ചറിയാനുള്ള നല്ല അവസരങ്ങളാണ് ഇത്തരം തെരഞ്ഞെടുപ്പ്. ശ്രീ പ്രശാന്ത് ശിവൻ, ഇപ്പോ 2-ാം സ്ഥാനത്തിനും 3-ാം സ്ഥാനത്തിനും വേണ്ടിയാണോ ഇവിടെ കോൺഗ്രസും BJP-യും കൂടി LDF-നോട് എതിരിടുന്നത്? ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഈ 2011 മുതൽ 2021 വരെ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ക്രമാനുഗതമായി വോട്ട് ഷെയർ കൂട്ടിയിട്ടുള്ള ഒരേ ഒരു പാർട്ടി അത് BJP മാത്രമാണ്. 35% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന CPM എന്ന് 25%-ലേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ട്. 104 ബൂത്തുകളുള്ള പാലക്കാട് നഗരസഭയ്ക്കകത്ത് ഒരു ഘട്ടത്തിൽ ഈ പാലക്കാട് നഗരസഭാ ഭരണം കയ്യാളിയിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് കേവലം 2 ബൂത്തുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. കേവലം 2 ബൂത്തിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് 2-ന് വേണ്ടിയിട്ടോ 10-ന് വേണ്ടിയിട്ടോ 20-ന് വേണ്ടി എന്ത് വേണമെങ്കിൽ പറയാം. ഇവിടെ പാലക്കാട്ടെ വോട്ടർമാർ വളരെ വ്യക്തമായി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് BJP-ക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ പാലക്കാട് നഗരസഭാ ഭരണം 2015-ലും 20-ലും ഒക്കെ BJP തന്നെ ഭരിച്ചു മുന്നോട്ട് പോകുന്നത്. ശരി, ഇതാണ് 3 പാർട്ടികളുടെയും ആത്മവിശ്വാസം. ആർക്കാണ് ചോദ്യം ചോദിക്കേണ്ടത്? ഇവരോട്. എനിക്ക് പറയാനുള്ളത് എന്താണ് അറിയാം, പിന്നെ ഇവിടെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ സരിൻ ജയിക്കും. എനിക്ക് പേര് പറയാനേ ഇഷ്ടമില്ല. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 17,483 ഷാഫി പറമ്പിൽ 2-ാം തവണ ജയിച്ചത് 17,483 വോട്ട്. അതിൽ വെച്ച് 1 വോട്ട് കൂടുതൽ വാങ്ങി രാഹുൽ മാങ്കൂട്ടം ഇവിടെ ജയിക്കും. 1 7891 MS ഗോപാലകൃഷ്ണൻ 6 BJP
മെമ്പർമാരിന്റെ സഹായം കൂടി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് കൊടുത്ത കത്തില്ല. ഓക്കെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ഡീലുണ്ടെന്നാണ് CPM ചോദ്യം. ഭരിച്ചത്. ചോദ്യം. ഏത് ഡീല്? പിന്നെന്താ? അവര് തമ്മിലല്ലേ ഡീല്? ചോദ്യം എന്താ? മൂർഖം പാമ്പും താമരയും കൂടിയിട്ടല്ലേ ഇപ്പൊ ഡീല്? ശരി ശരി. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നുള്ള ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. അതിന് മറുപടി. BJPക്കെതിരായി BJP ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തിനെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം എല്ലാ കാലത്തും സ്വീകരിക്കുന്നതിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്ന് മറ്റാരെക്കാൾ കൂടുതൽ പാലക്കാട്ടെ ജനതക്കും അറിയാം. ഓക്കെ. കോൺഗ്രസിന്റെ 12ഓളം മുൻ മുഖ്യമന്ത്രിമാർ ഇപ്പോൾ BJP ആണ്. 17ഓളം PCC അധ്യക്ഷന്മാർ. ഞാൻ ഇവരുടെയൊക്കെ പേര് സമയം എടുത്തതെല്ലാം ഇതിൽ കണക്കുണ്ട്, വെറുതെ പറയല്ല, ആധികാരികമായിട്ട് പറയാണ്. ഇപ്പോൾ BJP ആണ്. ഈ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരുടെ 2 മക്കള് പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും, അവർക്കെതിരെയൊന്നും ഒരു ആക്ഷേപമില്ല കേട്ടോ. അവർ വന്ന കൈ കൊടുക്കും, കെട്ടിപ്പിടിക്കും, ചിലപ്പോൾ മടിയിലിരുത്തി ചോറും വാരി കൊടുക്കും. പക്ഷേ BJPയിലേക്ക് പോകുന്നതല്ല, CPIMലേക്ക് ഇടതുപക്ഷത്തേക്ക് ഒരു സരിൻ പോയപ്പോൾ അയാളെ ഒന്ന് ചേർത്ത് നിർത്താൻ, കൈ കൊടുക്കാൻ അയാൾക്കില്ലാത്ത കുഴപ്പമില്ല. അപ്പോൾ സരിൻ്റെ പേര് പോലും ഉച്ചരിക്കാൻ മടിയാണ് പോലും. ഇപ്പോൾ CPIMന് കോൺഗ്രസിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട മതനിരപേക്ഷതയുടെ കാര്യത്തിൽ. പിന്നൊരു കാര്യം ഈ പാലക്കാട്ട് ഇപ്പം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ വിഷയങ്ങൾ, വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് സമയമെങ്കിലും ഉപയോഗപ്പെടുത്തണം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പെട്ടി ഉൾപ്പെടെ ഉണ്ട്. നീലപ്പെട്ടിയും പെട്ടി കയറിയ വണ്ടി, ഏത് വണ്ടിയിലാണ് പോയത് എന്നൊക്കെയുള്ള ചർച്ച ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പോകാം. അതിന് മുമ്പ് വികസനം ചർച്ച ചെയ്യും. ഒരു ചോദ്യം UDFന്റെ പിന്നെ ഈ ബ്രായരി പഞ്ചായത്തിലെ ഒരു കളിസ്ഥലം അനുവദിക്കാമെന്ന് നമ്മുടെ ഷാഫി MLA പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ തറയിട്ടു, ചെറിയൊരു കെട്ടിടം കെട്ടിവെച്ചു, ഇപ്പോൾ അത് വേസ്റ്റൊക്കെ കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കൊടുന്തിരപ്പള്ളി, അവിടെ സ്കൂളിലേക്ക് ഒരു കെട്ടിടം പണിയാം എന്ന് പറഞ്ഞു, 1 കോടി രൂപ വാഗ്ദാനം ചെയ്തു. അദ്ദേഹം ഇതുവരെ അതിനുവേണ്ടി ചെയ്തിട്ടില്ല. ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ പറഞ്ഞതുപോലെ വികസനം ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് UDF ഇവിടെ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. പാലക്കാട് കഴിഞ്ഞ 3 ടേമുകളായി ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള വികസനത്തിന്റെ ചിത്രങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് എടുത്തു കാണിക്കാനുള്ളതും. അത് ആ മെഡിക്കൽ കോളേജ് മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ സ്റ്റേഡിയം, അല്ല ആയിക്കോട്ടെ അതിനുള്ള മറുപടി ഉണ്ട്. അല്ല, 2 മുഖ്യമന്ത്രിമാർ CPMന്റെ ഉണ്ടായിരുന്നല്ലോ. എന്തേ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ പറ്റാഞ്ഞെന്തേ? അതെന്താ നിങ്ങളെ കൊണ്ട് പറ്റാഞ്ഞെന്തേ? അല്ല, ഷാഫി പറമ്പിലെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് പുള്ളിയുടെ ഫാദറിലേക്ക് ആ ബിൽഡിംഗിലെ മൊത്തം സ്ഥാപനങ്ങൾ കരാർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നിട്ട് ഇന്ന് അത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ കഴിഞ്ഞ 2 ടേമുകളായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് അതിന് ഉത്തരവാദിത്തമുണ്ട്, കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ആരോഗ്യ വകുപ്പിന് അതിന് ഉത്തരവാദിത്തമുണ്ട്. ഇതൊക്കെ റൺ ചെയ്യേണ്ട സംവിധാനം അവരുടെ കൈകളിലുണ്ട്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ടർഫ് ഉൾപ്പെടെ, സ്റ്റേഡിയം ഉൾപ്പെടെ സാധ്യമാകുന്ന ഇടങ്ങളിലൊക്കെ കളിസ്ഥലങ്ങളും അല്ലെങ്കിൽ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിന് കൂടെ മറുപടി പറയേണ്ടതുണ്ട്. ബംഗാളിൽ ഇവരുടെ MLA ഗഗൻ മർമു മത്സരിച്ചത് രാജിവെക്കാതെ CPMന്റെ MLA BJP നമുക്കറിയാം. അവസാനം പോകുന്ന ആളെ ലൈറ്റും ഫാനും കൂടെ ഓഫ് ആക്കിയിട്ട് പോകണമെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ മറുപടി പറയാം. ലൈറ്റും ഫോണും ഓഫ് ആക്കി മറുപടി പറയട്ടെ. അവര് പറഞ്ഞതിന് മറുപടി നേരത്തെ ജമാൽക്ക് അവിടെ ചോദിച്ചു 91 നിങ്ങൾ CPM പിന്തുണയോടുകൂടി അല്ലേന്നൊക്കെ ചോദിച്ചു. 1971 എനിക്കൊന്ന് ജമാൽക്ക് അന്ന് വോട്ട് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നുണ്ട്, ജമാൽക്കയുടെ പ്രായം വെച്ചിട്ട്. അന്ന് നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്തത്? ജമാൽക്ക് അന്ന് 1971 അന്നും കൈപ്പത്തി കോൺഗ്രസ് ചിഹ്നത്തിന് തന്നെയല്ലേ വോട്ട് ചെയ്ത്? അന്ന് ആർക്കാ വോട്ട് ചെയ്തത്? അന്ന് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല. 1971 ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് പിന്തുണച്ചത്. ഇവിടെ കൊടുങ്കാറ്റിൽ ആന പാറിപ്പോയപ്പോ കോണകം പാറിയ കഥ പറയരുത്. ഇവിടെ നിങ്ങള് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇനി 2 നേരത്തെ ഇവിടെ ചോദിച്ചിരുന്നു, 1-2 കാര്യങ്ങൾ വികസനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. പാലക്കാട് മെഡിക്കൽ കോളേജ് ഉറപ്പായും ഞങ്ങൾ പറയുന്നു, മെഡിക്കൽ കോളേജിലെ സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത്
ഷാഫി പറമ്പിൽ MLA ഞാൻ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലക്സ് ബോർഡ് വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നത്. അതേ സമയത്ത് ഒരു മിനിറ്റ് പൂർത്തിയാക്കട്ടെ. അതേ സമയത്ത് അവർക്ക് ആ മെഡിക്കൽ കോളേജിൽ ചികിത്സ ആരംഭിക്കാത്തതിന് വേണ്ടി ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെയോ MLA-യുടെ നേതൃത്വത്തിൽ എന്തേ ആ മെഡിക്കൽ കോളേജിന് മുമ്പിൽ സമരങ്ങൾ സംഘടിപ്പിക്കുന്നില്ല? ഇത്തരത്തിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് അത് നല്ലല്ല. LDF-ന്റെ പ്രതിനിധിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ ഗോവിന്ദൻ മാസ്റ്ററെ MP ഇലക്ഷനിലെ ഏറ്റവും വലിയ നീണ്ട പരാജയത്തിനൊടുവിൽ ഗോവിന്ദ മാഷ ഒരു കാര്യം പറഞ്ഞിരുന്നു. പാർട്ടിയിൽ പറ്റിയിരിക്കുന്ന തെറ്റുപറ്റുകൾ എന്താണെന്നുള്ള അറിഞ്ഞ് തിരുത്തുമെന്ന് പറഞ്ഞിരുന്നു. ഈ തെറ്റുപറ്റി തിരുത്തിയതിനു ശേഷം ഈ 6 മാസ കാലയളവിൽ ഇന്ന് പൊതുജനങ്ങളോട് വോട്ട് ചോദിക്കാൻ ഇറങ്ങുമ്പോൾ എന്ത് തിരുത്തലുകളാണ് CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്? തെറ്റുപറ്റിയത് ഏതാണ് എന്ന് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അത് കുടിശ്ശിക തീർത്ത് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തെ ഉൾപ്പെടെ കൊടുത്തു. നോക്കൂ, മാവേലി സ്റ്റോറുകൾ കാലിയായി എന്ന പ്രചരണം നടന്നു. മാതൃഭൂമി അടക്കം പറഞ്ഞല്ലോ. ഈ ഓണത്തിന് കേരളത്തിലെ മുഴുവൻ മാവേലി സ്റ്റോറുകളും നന്മ സ്റ്റോറുകളും നിറഞ്ഞു കവിഞ്ഞു. നിങ്ങൾ വാർത്തയാക്കി നിങ്ങൾ പറയട്ടെ. അപ്പൊ തിരുത്തേണ്ടത് ഏത് മേഖലയിലാണ് എന്ന് നോക്കി തിരുത്തി ജനപക്ഷ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഒപ്പം നിന്ന് തിരുത്തി മുന്നോട്ട് പോകും. തിരുത്തേണ്ടതാണെന്ന് ബോധ്യപ്പെട്ട തിരുത്തും. അത് RSS-ഉം ഇവിടെ കോൺഗ്രസും അല്ല പറയാ, ജനങ്ങൾ പറയും. ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് പറയുന്നത്. സോയ മേഡത്തോടാണ്. ഞാൻ പാലക്കാട് ടൗണിലെ ഒരു താമസക്കാരനാണ്. പ്രശാന്ത് എൻ്റെ നിയോജകമണ്ഡലത്തിൽ മത്സരിച്ച ഒരാളാണ്. നിങ്ങൾ 3 പേരും ചേർന്ന് പാലക്കാട്ട് നമുക്കൊരു കോർപ്പറേഷൻ രൂപീകരിക്കാൻ സഹകരിക്കുമോ? വളരെ ആത്മാർത്ഥമായിട്ട് പറയണം. നമുക്ക് പാലക്കാട് കോർപ്പറേഷൻ ഉണ്ടാവുമോ? ഇവിടെ പാലക്കാട് വികസനം കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ്. പാലക്കാട് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ തയ്യാറാണ്. പുള്ളിയും മറ്റു ആരോപണങ്ങളല്ല, മറുപടി റോട്ടിലെ കുടിയടക്കം പറയേണ്ടതല്ല. ഇവിടെ ഒരു നാത്താൻ കേസുകൂടെ എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കി. ആ സിനിമ ഇറക്കിയതിലെ കേരളത്തിൽ മുഴുവനുള്ള റോഡുകളുടെ കുഴിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ പറഞ്ഞ സമയത്ത് ആ സിനിമയ്ക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച ആളുകളാണ്. ഒരു മിനിറ്റ് ഇവിടെ നിങ്ങൾ പറഞ്ഞ ഒലവക്കോടിലെ കുഴി അത് PWD റോഡാണ് സുഹൃത്തെ. PWD റോഡ് ആരാ പരിഹരിക്കണ്ടേ? സംസ്ഥാനത്ത് 3.5 കോടി ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയം ഇലക്ട്രിസിറ്റി ചാർജ്. ബൈ ഇലക്ഷൻ കഴിഞ്ഞ കാത്തിരിക്കുകയാണ്. ബൈ ഇലക്ഷൻ കഴിഞ്ഞോടെ ചാർജ് വർധനവുണ്ടാവും. ഈ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ വൈദ്യുതി ചാർജുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. നോക്കൂ, ഇപ്പോ ഗൂഗിൾ പേയിൽ നമ്മൾ ബില്ല് പേ ചെയ്യുന്ന കാലമാണല്ലോ. നിങ്ങൾ ആ ഗൂഗിൾ പേയിൽ പോയിട്ട് KSEB എന്ന് സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പേരുകൾ വരും. അദാനി, അംബാനി, ഈ രാജ്യത്തെ മുഴുവൻ കോർപ്പറേറ്റുകൾക്കും വൈദ്യുത മേഖല തീരെഴുതി കൊടുത്തു. കേരളത്തിൽ മാത്രമാണ് ബോർഡായി പൊതുമേഖലയിൽ ഇത് നിലനിർത്തുന്നത്. പ്രശാന്തേട്ടാ, ജൈനിമേട് വരെ പോയി ചെലവാക്കണ്ട. ഈ അടുത്തുള്ള ഓപ്പൺ ജിമ്മിൽ പോയിട്ട് 10 രൂപ ഗ്രീസ് ഓയിൽ ആദ്യം വാങ്ങിയിടണം. നിങ്ങൾ മനസ്സിലായോ? കുഴി അടക്കണ്ടേ? ചോദിച്ച ആരോപണത്തിൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നേ, ഞങ്ങൾ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നു. ചേട്ടാ, ഒലവക്കോട് PWD റോഡിലെ കുഴി അടക്കേണ്ടത് പാലക്കാട് നഗരസഭയല്ല. നിങ്ങൾ നേരത്തെ ചോദിച്ചു ഒലവക്കോട്ടത്തെ കുഴി, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ മറുപടി തൃപ്തിയായോ? കോൺഗ്രസിനോട് ചോദ്യമുണ്ടോ? ഒരു മിനിറ്റ്, കോൺഗ്രസിനോട് ചോദ്യമുണ്ടോ? BJP-യുടെ പ്രതിനിധിയോടാണ് ചോദ്യം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു ജില്ല കൂടിയാണ് പാലക്കാട്. അതുപോലെ തന്നെ കേരളത്തിൽ നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടൊരു തൊഴിലുണ്ടാവണം എന്നുള്ളതാണ്. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിനൊരു കോച്ച് ഫാക്ടറി എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി VS-ന്റെ ഗവൺമെന്റ് ഇവിടെ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് പൊന്നും വിലയ്ക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇവിടെ ഒരു തറക്കല്ലിട്ടു എന്നതൊഴിച്ചാൽ അതിന്റെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് സാധിച്ചില്ല. പിന്നീട് നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ആളുകൾ പാലക്കാട് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് വന്നുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് പാലക്കാടിന് കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാക്കും എന്നുള്ളതാണ്. ആ കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാക്കാനുള്ള ആർജവം BJP-ക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. യുവാക്കളുടെ വേദനയെ കുറിച്ചൊക്കെ പറഞ്ഞു. വലിയ സന്തോഷമുണ്ട് ചേട്ടാ. കാരണം എന്താണെന്നറിയോ? യുവാക്കളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത്. ഈ കോച്ച് ഫാക്ടറിക്ക് തറക്കല്ലിടുന്ന സമയത്ത് ഇവിടുത്തെ MP-യും ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റും BJP ആയിരുന്നില്ല.
ഇവിടുത്തെ കേന്ദ്രത്തിലെ ഭരണം BJP ആയിരുന്നില്ല. ഒരു മിനിറ്റ്, തറക്കല്ലിടുമ്പോ കേന്ദ്രത്തിലെ ഭരണമാണ് ഇവരുൾപ്പെടെ പിന്താങ്ങുന്ന UPA ഭരണം. ഈ ബജറ്റിൽ എന്താ UPA പറയുന്നത്? രാജ്യത്തെ ആവശ്യമായ റെയിൽ കോച്ചുകൾ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ കോച്ചുകൾ ഉത്പാദിപ്പിക്കുന്ന നമുക്ക് പരമാവധി നാട്ടുകാരുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ചേട്ടാ ക്വസ്റ്റ്യൻ. എനിക്ക് കോൺഗ്രസിന്റെ വക്താവിനോട് ചോദിക്കാനുള്ളത്, ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഇവിടെയും ഭരണമില്ല, അവിടെയും ഭരണമില്ല, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കപ്പലാണ് BJP. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 3 തവണ ഷാഫി പറമ്പിൽ ഇവിടെ ജയിച്ചത്. അത് ജയിച്ചത് 3 തവണയായിട്ട് തുടർച്ചയായി ജയിച്ചത് ഇവിടെ BJPയുടെ പ്രതിനിധിയാണല്ലോ ജയിച്ചത്. അല്ല, മുനിസിപ്പാലിറ്റി ജയിച്ചിട്ട് അല്ല, ഈ BJPക്കാരുടെ ചിന്തയുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഈ BJPക്കാരുടെ വിചാരം എന്താണെന്നറിയോ? ഈ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നതാണ് പാലക്കാട് നിയോജകമണ്ഡലം. ഇതാണ് കേന്ദ്രം ഭരിക്കുന്നിടത്ത് മാത്രമേ നിങ്ങൾ വികസനം കൊണ്ടുവരുള്ളൂ. അല്ല, കേന്ദ്രം ഭരിക്കുന്നിടത്ത് നിങ്ങൾ വികസനം പറഞ്ഞ കാര്യം കൂടെ മനസ്സിലാക്കാനില്ല. ആ പറഞ്ഞ കാര്യം പോലും അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 3 തവണയായി ഇവിടെ ഷാഫി പറമ്പിൽ ജയിക്കുന്നത്. ഇത്തവണയും അതിന് തുടർച്ചയുണ്ടാകും. എങ്ങനെ ജയിച്ചു AK ബാലൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ജയിച്ചെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ AK ബാലൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മതേതര വോട്ടുകൾ ഷാഫിക്ക് കൊടുത്തു. പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ രാത്രിയിലെ KPM ഹോട്ടലില് പരസ്പരം താങ്ങി നിർത്തിയിരുന്ന ആളുകളാണ്. BJPക്കാരൻ വീഴുമ്പോ പിടിക്കാൻ CPM-കാരൻ വീഴുമ്പോ പിടിക്കാൻ BJPക്കാരൻ. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ മതി, എന്നെ കൊണ്ട് ചോദിപ്പിക്കണ്ട. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഇവിടെ കുഴൽപ്പണം കൊണ്ടുവന്ന ഈ വ്യാജനായ കുണുവാവയ്ക്ക് ഈ മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ എന്ന അടിസ്ഥാനത്തിലാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പിണറായി വിജയന്റെ പോലീസാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പിണറായി വിജയന്റെ പോലീസിന് ധൈര്യം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറ്റപത്രം കൊടുത്തോ? കുറ്റപത്രം കൊടുത്തോ? ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രയാസമില്ല. കുറ്റപത്രം കൊടുത്തോ? പിന്നെ വ്യാജം പറയുമ്പോ നിങ്ങളുടെ കോൺഗ്രസിനോട് CPM-നോട് ഒറ്റ ചോദ്യം. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് CPM-ഉം കോൺഗ്രസും മാറി മാറി കേരളം ഭരിക്കുന്നു. ഇതുവരെയ്ക്കും അരി, പലവ്യഞ്ജനം, പച്ചക്കറി എല്ലാം നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയാണ് നമ്മൾ സമീപിക്കുന്നത്. എന്ത് വ്യവസായങ്ങളെയാണ് നിങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഈ രാജ്യം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശവപ്പറമ്പാക്കി BJP മാറ്റി 10 വർഷം കൊണ്ട്. രാജ്യത്ത് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റു. HPCL-ഉം BPCL-ഉം LIC-യും എയർ ഇന്ത്യയും. നോക്കൂ, ഈ റെയിൽവേ ഇപ്പൊ പ്രശാന്ത് പറഞ്ഞു നിർത്തിയല്ലോ, എന്തുകൊണ്ടാണ് കോച്ച് ഫാക്ടറി വരാത്തതെന്ന്. ഇവിടെ ഈ കോയമ്പത്തൂരിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് ഇന്ത്യയുടെ പൊതു റെയിലിൽ സ്വകാര്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചു. അപ്പോൾ ഇവിടെ തൊഴിലില്ലായ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നടന്ന സംസ്ഥാനം കേരളമാണ്. ഞങ്ങളുടെ കയ്യിൽ കണക്ക് 2,56,718 പേർക്ക് ഈ കേരളത്തിൽ നിയമനം കൊടുത്തപ്പോൾ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മയെ കുറിച്ച് പറയാൻ കഴിയില്ല. പ്രതിവർഷം 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന RSS നിയന്ത്രിക്കുന്ന BJPയുടെ ഗവൺമെന്റ് 10 വർഷം പിന്നിടുമ്പോ ഒരു മനുഷ്യന് തൊഴിൽ കൊടുത്തില്ല. പെട്രോളിന്, ഡീസലിന് നരേന്ദ്രമോദിയെ വിമർശിച്ച കോൺഗ്രസിന് കൊണ്ടോ? അപ്പുറത്താളുണ്ട്. അതാണ് ഡീല്. ഞങ്ങൾക്ക് ചുക്ക് പേടിയില്ല. ചാക്കില് പടം കൊണ്ട് തിരക്കിയ ആളുകളാ. ചാക്കില് 5-6 പടം കൊണ്ട് 40 കോടി 40 ലക്ഷം രൂപ ഇവിടെ കൃത്യമായ മറുപടിയുണ്ട്. രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും
ജാഗ്രതയിൽ ഇറങ്ങി നടക്കുന്ന ആളുകളാ. ആയിക്കോട്ടെ. 6 പതിറ്റാണ്ട് ഇന്ത്യ ഇലക്ട്രൽ ബോണ്ട്. കട്ടുപിടിച്ചു. ഇലക്ട്രൽ ബോണ്ട് പറയട്ടെ. 6 പതിറ്റാണ്ട് അല്ല, ഇലക്ട്രൽ ബോണ്ട് പറയട്ടെ. അഴിമതി. ആളുകളൊക്കെ ചിരിക്കുന്നു പ്രശാന്ത്. ഇലക്ട്രൽ ബോണ്ടിലെ മോദിയുടെ അഴിമതി പറഞ്ഞു പോട്ടെ. കോവിഡ് വാക്സിൻ ഉണ്ടാക്കിയ കമ്പനിക്കാരുടെ പോലും ശരി. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ആളുകളാണ്. പറയട്ടെ. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ആളുകളാണ്. പറഞ്ഞോ. കോടതി പോലും കണ്ടുപിടിച്ച കാര്യത്താണ്. എന്താ കോടതി പോലും കോടതി കണ്ടുപിടിച്ച എന്താ കാര്യമാണ് കോടതി എന്താ കോവിഡ് വാക്സിൻ. ഈ ആളുകൾക്ക് മുഴുവൻ പറയട്ടെ. കുറിച്ച് പറയുമ്പോൾ കോവിഡ് വാക്സിൻ പറയട്ടെ. ഇങ്ങനെ ആള് കൂടി നിന്ന് കൈയടിച്ചുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞ അല്ല കൃത്യമായി പറയട്ടെ. ഇലക്ട്രൽ ബോണ്ടിൽ അല്ല പറയട്ടെ. നരേന്ദ്രമോദി അഴിമതി നടത്തിയതിന്റെ തെളിവ് എവിടെ? ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായി കോടതിയുടെ നിരീക്ഷണമുണ്ട്. കോവിഡ് വാക്സിൻ നമ്മളൊക്കെ അടിച്ചു അല്ലേ? വാക്സിൻ അടിച്ചു. കോവിഡ് വാക്സിനോ? മാധു എന്താ ചോദിച്ചത്? ചോദിച്ചതിനെ കുറിച്ച് പറയേ. അരി എത്രയായിട്ട് ഫയർ ഇറങ്ങാനെന്നല്ല പറയുന്നത്. ഇലക്ടറൽ ബോണ്ടിൽ ചോദ്യം പറഞ്ഞു. കോടതി ചോദിച്ചല്ലോ. സുപ്രീം കോടതി എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? അത് പറയും. നിങ്ങൾ പറയും. നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ കാര്യമല്ല. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന പദ്ധതിയിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന പദ്ധതിയിൽ വളരെ കൃത്യമായ അഴിമതി ഉണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി അഴിമതിക്കാരനാണെന്ന് അമിത് ഷാ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചാലല്ല മറുപടി. ഇലക്ട്രൽ ബോണ്ടിൽ പറഞ്ഞിട്ടുണ്ടോ? രാജ്യം ഭരിക്കുന്നത് 3 പ്രാവശ്യം ഷാഫി പറമ്പില് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതാണെന്ന് 4ാം തവണ തോൽക്കും എന്ന് പറഞ്ഞിട്ടാണോ വടകരയ്ക്ക് അയച്ചത് ഷാഫി പറമ്പിലിനെ? അതിനുള്ള മറുപടി പറയണം. കഴിഞ്ഞ ഇലക്ഷനിൽ AK ബാലന്റെ പ്രതിനിധികൾ വോട്ട് ചെയ്തിട്ടാണ് UDF സ്ഥാനാർത്ഥി ജയിച്ചത്. ഷാഫി പറമ്പിൽ തന്നെയാണ് വടകരയുടെ MP. അവിടെ പോയി തോറ്റിട്ടില്ല, അതറിയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം AK ബാലൻ പറഞ്ഞില്ലേ വോട്ട് ചെയ്തിട്ടാണ് വിജയിച്ചത്? പരസ്യമായി പറഞ്ഞില്ലേ? ബാലന്റെ കാര്യം സോയ ജോസഫിനോടല്ല, പ്രശാന്ത് ശിവനോട് ചോദിക്കണം. നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കാര്യം എന്നോട് ചോദിക്കുന്നത്. രണ്ടുപേരും തല്ലുകൂടുന്ന കാര്യമില്ല. വാളയാറ് കഴിഞ്ഞ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്ന ആൾക്കാരാ. ഇവിടെ വന്നിട്ട് നിങ്ങൾ തർക്കിക്കേണ്ട കാര്യമില്ല. ഇന്നലെ കണ്ടു ആരാ കെട്ടിപ്പിടിച്ചെന്നൊക്കെ ഇന്നലെ കണ്ടു. ആരാ കെട്ടിപ്പിടിച്ചെന്നൊക്കെ ഇന്നലെ കണ്ടു. KPM റെസിഡൻസിയിൽ കണ്ടു. തൊഴിലില്ലായ്മയെ പറ്റി ഒന്ന് പറയട്ടെ, അതൊന്ന് പറഞ്ഞിട്ട് പോകാം. 2022 മുതൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ PM റോസ്കർ മേള എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ 3-4 മാസം കൂടുമ്പോൾ നടക്കുന്നുണ്ട്. 51,000 71,000 പേർക്ക് 2022 ഒക്ടോബർ മുതൽ നരേന്ദ്രമോദി സർക്കാർ തൊഴിൽ നൽകുന്നുണ്ട്. ഇല്ല എന്ന് ഇവർക്ക് പറയാം. ഇവരുടെ രാഷ്ട്രീയം ഒരു മിനിറ്റ് മറുപടി പൂർത്തിയാക്കട്ടെ. ഇവരുടെ രാഷ്ട്രീയത്തെ വേണമെങ്കിൽ ഇവർ പറയാം. ഞാൻ അതിന്റെ തെളിവ് സഹിതം ഇവിടെ റോസ്കർ മേളയുടെ കാര്യം തെളിയിക്കാം. പക്ഷേ നേരത്തെ ഇവർ ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടിൽ BJPയും നരേന്ദ്രമോദിയും അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ തെളിവുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ ഹാജരാക്കൂ. ഇല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ സൗകര്യപൂർവ്വം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധാരണക്കാരുടെ പെൻഷൻ 1600 രൂപ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാര് ഇവിടുത്തെ MLA-മാരുടെ ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ടല്ലോ, ഇവിടുത്തെ മിനിസ്റ്റേഴ്സിന്റെ ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അവരുടെ ശമ്പളം പിടിച്ചിട്ട് ഇവിടുത്തെ പെൻഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? പ്ലീസ് അതിന് 3 രാഷ്ട്രീയ പാർട്ടികൾ മറുപടി പറയാം. അല്ല, തൊഴിലില്ലായ്മ കഴിഞ്ഞ പാർലമെന്റിൽ ഇവരുടെ തൊഴിൽ വകുപ്പ് മന്ത്രി ഇവർ സമ്മതിക്കണം. BJP ആണ് രാജ്യം ഭരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവരുടെ തൊഴിൽ വകുപ്പ് മന്ത്രി പറയട്ടെ എന്താണ് ഇപ്പൊ എന്താ പറയാൻ പറ്റാത്തത്? ഇപ്പൊ എന്താ BJP ഭരിക്കുന്നത് സംശയമുണ്ടോ? അതിനുള്ള മറുപടിയാണ് പറയുന്നത്. അതെ, RSSകാരോടും BJPക്കാരനോടും സഹിഷ്ണുതയെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മറുപടി പറയട്ടെ. ഞാൻ മറുപടി പറയട്ടെ. മിണ്ടാതിരുന്നല്ലോ. നിങ്ങൾ മറുപടി പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നല്ലോ. നിങ്ങളിവിടെ സംസാരിക്കരുത്. തെരഞ്ഞെടുപ്പ് കാലമാണ്, വിവാദങ്ങളാകുന്ന അനവധി കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനിടയിൽ ഇത്തരം ചർച്ചകൾ തുടരുകയും ചെയ്യും. പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും വീണ്ടും നമ്മുടെ ചില പ്രേക്ഷകരിലേക്ക് എത്തും. നമസ്കാരം.